ഹായ്, വെൽക്കം ടു edu.com. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ കൂട്ടുകാർക്കും 10ാം ക്ലാസ് ബയോളജിയിലെ ജീവൻ്റെ ജനിതകം എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ ജീനിനെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ജീൻ എഡിറ്റിങ്ങിൽ 2020 രസതന്ത്ര നോബൽ പ്രൈസ് കിട്ടിയ എമ്മാനുവൽ കാർപെൻറ്റിയറിനെ കുറിച്ചും ജെനിഫർ എ ഡൗഡിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇവരെന്താ ചെയ്തിട്ടുള്ളത്? DNA ജീനുകളിൽ ഒരു പ്രത്യേക മാറ്റം വരുത്തിയിട്ട് ജീൻ എഡിറ്റിംഗ് ആ ഒരു പ്രക്രിയ CRISPR-Cas എന്ന് പറയുന്ന CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 2020 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇതെന്ത് ചെയ്യും? ജനിതക രോഗ ചികിത്സകളിലും അതുപോലെ ക്യാൻസർ ചികിത്സയിലൊക്കെ വിപ്ലവകരമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കും. അതുപോലെ കീടങ്ങളെയും രോഗാണുക്കളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുവാനും കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നോക്കിയേക്കേണ്ടത് ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണല്ലോ. ആ ഒരു പ്രോസസ്സ് ഏതാണ്? CRISPR-Cas എന്ന് പറയുന്നത്. CRISPR-Cas9 ആണ് അത് വികസിപ്പിച്ചെടുത്ത ആരാണ്? ജെന്നിഫർ എ ഡൗഡിന, എമ്മാനുവൽ കാർപെൻറ്റിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരാണ്. നമുക്ക് മനസ്സിലായി ഇവിടെ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ പേജ് നമ്പർ 8 താഴ്ഭാഗത്ത് ഒരു കുട്ടിയുടെ സംശയം നമുക്കിവിടെ കാണാൻ കഴിയും. ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതിനെ എഡിറ്റ് ചെയ്യാനാവുക? അതെ അല്ലേ, ജീൻ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ കാണാൻ പോലും നമുക്ക് പറ്റണില്ല, പിന്നെ എങ്ങനെയാണ് ജീൻ എഡിറ്റിംഗ് സാധ്യമായത് എന്നാണ് കുട്ടിയുടെ ന്യായമായ സംശയം അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? DNA കുറിച്ചും അതുപോലെ ജീനിനെ കുറിച്ചും ഒക്കെ നല്ല ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ഈ ജീൻ എഡിറ്റിങ്ങിലോട്ട് അവരെ നയിച്ചിട്ടുണ്ടാവുക. ഇവിടെ പറയുന്നുണ്ട് DNA യുടെ ഫുൾ എന്താണ്? DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. DNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ പേജ് നമ്പർ 9 നമുക്കൊരു പിക്ചർ കാണാൻ കഴിയും. DNA യുടെ സ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ ഘടന എവിടെയാണെന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു യൂക്കാരിയോട്ട് കോശങ്ങളിൽ DNA എവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാം. എന്താണ് യൂക്കാരിയോട്ട് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസും മറ്റു കോശാംഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഓർഗനലുകളൊക്കെ ഉള്ള ഒരു ജീവികളെയാണ് നമ്മളെന്ന് വിളിക്കുക യൂക്കാരിയോട്ടുകൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ, ജന്തുക്കൾ, അതുപോലെ ഫംഗസുകൾ, പ്രോട്ടിസ്റ്റുകൾ തുടങ്ങിയവയൊക്കെ യൂക്കാരിയോട്ടാണ്. അതൊക്കെ വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ തൽക്കാലം നോക്കി വെക്കാം, നമ്മുടെ മനുഷ്യന്മാരൊക്കെ ജീവികളൊക്കെ യൂക്കാരിയോട്ടുകളാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ ഇവിടെ കോശം കാണാൻ കഴിയും അല്ലേ. ഒരു സെല്ല് ആദ്യമായിട്ട് ഒരു കോശത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് യൂക്കാരിയോട്ട് കോശങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് ഒരു റൗണ്ട് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഘടന അതിന് ഉണ്ട്. പിന്നെ ഈ ന്യൂക്ലിയസ് കോശത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? ക്രോമസോമുകൾ കാണുന്നത്. ഈ ഒരു ഇൻറ്റു മാർക്കിൽ കാണുന്നതാണ് ക്രോമസോമുകൾ. അപ്പോൾ ക്രോമസോമുകൾ കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിനുള്ളിൽ ചുരുണ്ട രൂപത്തിൽ കാണുന്ന ഒരു ക്രോമസോമിൻ്റെ ഘടനയിലേക്ക് കണ്ടില്ലേ? അതിന് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അത് അപ്പോൾ ഇവിടെ ക്രോമസോം എക്സ് ആകൃതിയിലാണ് കാണിക്കുന്നത് അല്ലേ. എക്സ് ആകൃതിയിലാണ് കോശം വിഭജിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഘടനയാണ് ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ DNA അടുത്തതായിട്ട് കാണുന്നതാണ് DNA. ക്രോമസോമിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നിവർത്തി കാണിക്കുന്നതാ അതാണ് DNA യുടെ ഇരട്ട ഹെലിക്സ് മാതൃക അല്ലെങ്കിൽ ചുറ്റുകോപിണി മാതൃക എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഘടനയായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ DNA എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂക്കാരിയോട്ട് കോശത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോമുകളിലാണ് ഇവിടെ ആര് സ്ഥിതി ചെയ്യുന്നത്? DNA സ്ഥിതി ചെയ്യുന്നത്. അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു അമ്ലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിൻ്റെ ഉള്ളിൽ അല്ലേ. കോശത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ DNA ആണ് ജീനുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ DNA ആണ് ജീനുകളുടെ അടിസ്ഥാന ഘടകം. ബേസ് ഏതാണ്? ജീനുകളുടെ ബേസ് ഏതാണ്? DNA ആണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ DNA ആണ് കേട്ടോ. DNA ആണ്. അപ്പോൾ DNA യുടെ ഘടനയും അതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് മനസ്സിലായി. ഏകദേശം എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് അവർ കണ്ടെത്തിയത് എന്നൊക്കെയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലെക്ചർ ഓഫ് DNA അല്ലെങ്കിൽ DNA യുടെ ഘടന എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA യുടെ ചുറ്റുകോപിണി മാതൃക അവതരിപ്പിച്ചു. ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചു. അപ്പോൾ ആരൊക്കെയാണ്? 1953 ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും പിന്നെയോ ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്നിട്ടാണ് DNA യുടെ ഈ ഡബിൾ ഹെലിക്സ് മോഡൽ, ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു മോഡൽ ആവിഷ്കരിച്ചത്
ഈ രണ്ട് പേരും കൂടി ചേർന്നിട്ടാണ്. അത് എന്നാണ്? 1953 ഓക്കെ. ചുറ്റുകോവിണി മാതൃക കേട്ടോ. നമ്മളോട് DNA ആരാണ് കണ്ടെത്തിയതെന്നോ അല്ലെങ്കിൽ DNA-യുടെ ഘടനയെക്കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ആ പേരുകൾ. ആരാണ് കണ്ടെത്തിയത്? ചുറ്റുകോവിണി മാതൃക ആരാണ് കണ്ടെത്തിയത് എന്നുള്ളതിന്. അപ്പോൾ വട്ടനും കിർക്കനും എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? മാറി പോവാതിരിക്കാൻ, തിരിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ വട്ടനും കിർക്കനും, വാട്സണും ക്രിക്കും എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എന്താക്കി മാറ്റാം? വട്ടനും ക്രിക്കനും എന്നാക്കി മാറ്റാം. ഇതൊക്കെ പഠിക്കാനുള്ള ഒരു കോഡാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇതൊക്കെ പഠിക്കാൻ മാത്രമായിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു കോഡാണ് കേട്ടോ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഈ ചുറ്റുകോവിണി മാതൃക കണ്ടെത്താനുള്ള അവർക്ക് അതിൽ നിന്നുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ആരുണ്ടാക്കിയെന്ന് അറിയാം? റോസാലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ മോറിസ് വിൽക്കിൻസും എന്നിവരുടെ അവർ നടത്തിയ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ DNA-യുടെ ഘടന ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗോവിണി മാതൃകക്കുള്ള അതിൻ്റെ കണ്ടെത്തലിനുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്ന് പറയുന്ന ആ ഒരു പിക്ചറിൽ നിന്നാണ്. ഇവർ ഈ ഡിസൈൻ ചെയ്ത ഈ ഒരു മാതൃക കാരണം 1962 ഇവർക്ക് മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോറിസ് വിൽക്കിൻസ്, അതുപോലെ ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ, ഈ 3 പേരും കൂടി അവർക്ക് 3 പേർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആയിട്ട് നമുക്ക് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെ അതുപോലെ ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ പിക്ചറുകളും അവരുടെ ജീവിത കാലഘട്ടങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1958 37-ാം വയസ്സിലാണ് അവർ മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 1920 മുതൽ 58 വരെ, 1958 വരെയായിരുന്നു അവരുടെ കാലഘട്ടം. വിൽക്കിൻസിൻ്റെ ആണെങ്കിൽ 1916 മുതൽ 2004 വരെയായിരുന്നു. ക്രിക്കിൻ്റെത് 1916 മുതൽ 2004 വരെ. ജെയിംസ് വാട്സൺ 1928 ജനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്സണ് ഇപ്പോൾ ഏകദേശം 97 വയസ്സ് ആയിട്ടുണ്ടാവും. നമുക്ക് അടുത്ത പേജിൽ ചിത്രീകരണം 1.2 വിശകലനം ചെയ്ത് DNA-യുടെ ഘടന സംബന്ധിച്ച ധാരണ കൈവരിച്ച് വർക്ക്ഷീറ്റ് 1.1 പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു DNA-യുടെ ഘടന നമുക്കിവിടെ കാണാം അല്ലേ. അപ്പോൾ ഇതിലെന്താണ്? ഇവിടെ ചുറ്റുകോവിണി മാതൃക നമുക്കിവിടെ കാണാൻ കഴിയും. പഞ്ചസാര ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഴകൾ ഇവിടെ കാണാൻ കഴിയും. അതൊന്നും കൂടി സൂം ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മാതൃക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ കാണുന്ന DNA-യുടെ ഘടനയാണ് അല്ലേ. DNA എന്ന് പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെ ഘടനയാണ്. അത് ഉള്ളിലുള്ള എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് DNA എന്ന് പറഞ്ഞാലെന്നറിയോ? DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു തരം ബ്ലൂ പ്രിൻ്റാണ് ഈ DNA എന്ന് പറയുന്നത്. അതൊരു രേഖയാണ്. അപ്പോൾ ഈ DNA പറയുന്നതനുസരിച്ച് RNA എന്ന് പറഞ്ഞുള്ള മറ്റൊരു ഘടകമുണ്ട്. ആ ഘടകം പ്രോട്ടീനുകളൊക്കെ നിർമ്മിച്ചിട്ടാണ് നമ്മുടെ ശരീരം, അതുപോലെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള കലകൾ, അവയവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്താണ് DNA എന്നാണ് നമ്മൾ പറയുന്നത്. DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു DNA-യുടെ ഈ ഒരു ചുറ്റുകോവിണി മാതൃക അങ്ങനെ ചുറ്റിരിക്കുന്ന ഭാഗം കണ്ടോ, ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗോവിണിയുടെ പടികൾ, ഈ ഒരു പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് 4 തരം രാസവസ്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് 4 തരം രാസവസ്തുക്കൾ എന്നത് ഈ വലത് ഭാഗത്ത് ഈ ഒരു കോളത്തിൽ പറയുന്നുണ്ട്. A എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കാണിക്കുന്നത് അഡിനിൻ, എന്താണ് അഡിനിനെ കുറിച്ചാണ്. T എന്ന് പറയുന്നത് തൈമിനാണ്. പിന്നെ G എന്ന് പറയുന്നത് ഗ്വാനിൻ എന്ന് പറയുന്നൊരു പദാർത്ഥം. C എന്ന് പറയുന്നത് സൈറ്റോസിൻ എന്ന് പറയുന്നൊരു പദാർത്ഥം. പടികൾ ഉണ്ടാക്കുമ്പോൾ ചില പ്രത്യേക ജോഡികളായിട്ടാണ് ഇവ ചേരുക. A എപ്പോഴും ടിയുമായിട്ടാണ് ചേരുന്നത്. A ടിയുമായിട്ടാണ് ചേരുന്നത്. G എപ്പോഴും സിയുമായിട്ടേ ചേരുള്ളൂ. ഒന്നാമത്തെ ചരട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. A ആണെങ്കിൽ അതിൻ്റെ ടിയുമായിട്ട് ചേർന്നിട്ടുണ്ട് അല്ലേ, ആ ചരടുമായിട്ട് ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. പിന്നെ അതുപോലെ Gയുടെ കൂടെ എപ്പോഴും C ആണ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ ഒരു ജോഡികളായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ബേസുകളുടെ ജോഡി എന്നാണ് പറയുന്നത്. എന്താ പറയുക? നൈട്രജൻ ബേസുകളുടെ ജോഡി. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ DNA-യുടെ നൈട്രജൻ ബേസുകൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ATGC എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഫുള്ള് നിങ്ങൾ പഠിച്ചു വെക്കണം, ഏതുമായിട്ടൊക്കെ കണക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. ഈ പടികളെ ഓപ്പോസിറ്റായിട്ട് നിർത്തുന്ന 2 കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെ താങ്ങി ഇങ്ങനെ നിർത്തുന്ന 2 വശങ്ങളുണ്ട്. അവ ഉണ്ടാക്കിയിരുന്നത് പഞ്ചസാര തന്മാത്രയും അതുപോലെ ഫോസ്ഫേറ്റ് തന്മാത്രയും ചേർന്നിട്ടാണ്. അപ്പോൾ പഞ്ചസാര തന്മാത്രയിൽ എന്തൊക്കെയാണുള്ളത്, ഫോസ്ഫേറ്റ് തന്മാത്രയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ പറയാം. ഇവിടെ ഈ ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയുന്നല്ലേ. അപ്പോൾ 5 കാർബൺ ആറ്റങ്ങളുടെ ഉള്ള ഒരു പഞ്ചസാര തന്മാത്രയാണ് എന്ത്, ഈ ഒരു നീല നിറത്ത് കാണുന്നില്ലേ, അതാണ് ഈ ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലേ. അതിൽ 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു പഞ്ചസാര തന്മാത്രയാണ് കേട്ടോ. ഈ നീല നിറത്തിൽ ഒരു പഞ്ചഭുജത്തിൽ കാണുന്നില്ലേ, അത്. അപ്പോൾ അതാണ് ഈ ഒരു ന്യൂക്ലിയോടൈഡിലുള്ള രണ്ടാമത്തെ ആൾ. പിന്നെ മൂന്നാമത്തെ ആളാരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് ഫോസ്ഫേറ്റും
ഫോസ്ഫറസും ഓക്സിജനും ചേർന്ന ഒരു കൂട്ടാണ് കേട്ടോ. ഇതിന് മഞ്ഞ കളറിൽ കാണുന്നില്ല, മഞ്ഞ വൃത്തമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇത് പഞ്ചസാരയോട് ഇങ്ങനെ ചേർന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ്? നൈട്രജൻ ബേസുകളുണ്ട്, പിന്നെയോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഡിയോക്സി റൈബോസ് പഞ്ചസാര അല്ലേ, അതിൻ്റെ ഗ്രൂപ്പുകളും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവയെല്ലാം കൂടി ഒറ്റ നൂലിഴയിൽ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ മൂന്നിനെയും കൂടി ചേർത്ത് വിളിക്കുന്നത് എന്ത് പേരിലാണ്? ന്യൂക്ലിയോടൈഡുകൾ എന്ന പേരിലാണ് അല്ലേ. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിരയായിട്ടാണ് DNA ഒരു നീണ്ട ചങ്ങല ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെയാണ് ഒരു ഗോവിനിയായിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഒരു ന്യൂക്ലിയോടൈഡിനെ അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തുകയാണ് അല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യൂക്ലിയോടൈഡുകളാണ് DNA ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സിംഗിൾ പടിയുടെ കഷ്ണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന് ന്യൂക്ലിയോടൈഡ് എന്ന ഈ ഒരു ഒറ്റ കഷ്ണത്തെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു പഞ്ചസാര തന്മാത്ര ഉണ്ടാവും, ആ നീല നിറത്തിൽ കാണുന്നതാണ്. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ്. പിന്നെ 4 ബേസുകൾ, നൈട്രജൻ ബേസുകൾ ഉണ്ടാവും, ATGC എന്ന് പറയുന്ന നീലചതുരത്തിൽ കാണുന്നത്. DNA എന്ന് പറയുന്ന ആ ഒരു വലിയ ഗോവണി ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ്. ഓരോ പടിയിലും 2 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു വശത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ ബേസ് മറ്റേ വശത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ അതിലെ ജോഡിയായിട്ടുള്ള ബേസുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ATയുമായിട്ടും GCയുമായിട്ടുമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. DNA ഘടന ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി എന്തിനൊക്കെ ആയിരിക്കും ഈ DNA എന്നറിയോ? നമുക്ക് പാരമ്പര്യം ഉണ്ടാവും അല്ലേ. നമ്മുടെ പാരമ്പര്യമൊക്കെ നോക്കാൻ നമുക്ക് DNA ചെക്ക് ചെയ്യാമെന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ അച്ഛനമ്മമാരെ പോലെ ഇരിക്കുന്നതിനും അവരുടെ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നതിനൊക്കെ കാരണം DNA ആണ്. തലമുറകളിലൂടെ വിവരങ്ങൾ കൈമാറുന്നത് DNA വഴിയാണ്. നമ്മുടെ കണ്ണിൻ്റെ നിറം, മുടിയുടെ സ്വഭാവം, ഉയരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഈ DNA വിവരങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരു ആ കുട്ടി വളർന്ന് വലുതാവുന്നതും ശരീരത്തിലെ ഓരോ കോശവും എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ DNA ആണ്. ഓരോ കോശത്തിനും അതിൻ്റെ ധർമ്മം എന്തായിരിക്കണമെന്ന് അതിനനുസരിച്ച് DNA എന്ത് ചെയ്യും? നിർദ്ദേശം നൽകും. അതനുസരിച്ച് RNA എന്ത് ചെയ്യും? RNA എന്ന് പറഞ്ഞ മറ്റൊരു ഘടകം എന്ത് ചെയ്യും? പ്രോട്ടീനുകളൊക്കെ നിർമ്മിക്കും. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ആര്? ഈ DNA. ആർക്കും DNA എന്താണ്, DNA ഘടന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് ഇവ വിശദീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ന്യൂക്ലിയോടൈഡ് DNA അടിസ്ഥാന നിർമ്മാണ ഘടകം. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 3 കൂടി ചേർന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഫോസ്ഫേറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. മഞ്ഞ നിറത്തിൽ കാണുന്നത് അല്ലേ. പിന്നെ നീല നിറത്തിൽ കാണുന്നത് ഡിയോക്സി റൈബോസ് പഞ്ചസാര, 5 കാർബൺ പഞ്ചസാര. പിന്നീട് നൈട്രജൻ ബേസ്, നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തം. അപ്പോൾ ഇവയെല്ലാമാണ് DNA ഘടന. ചിത്രീകരണം 1.2. അപ്പോൾ ഇത്രയാണ് DNA ചുറ്റുകോപിണി മാതൃക. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. കൃത്യമായിട്ട് ഇവ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇത് ചോദ്യം വരും കേട്ടോ. എന്തൊക്കെയാണ് DNA ഘടന, എങ്ങനെയാണ്, ഏതൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ആ നൈട്രജൻ ബേസുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. ഏതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇത്രയും ശ്രദ്ധിച്ച് അപ്പുറത്തെ പേജിലുള്ള വർക്ക് ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയതിന് ശേഷം ഉത്തരം ശരിയാണോ എന്ന് ഈ ആൻസറുമായിട്ട് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ. ഈ DNA വലിപ്പത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു നീല കോളത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ DNA നീളത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓരോ ക്രോമസോമിലെയും DNA നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് നീളം ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ DNA നിവർത്തി വെച്ചാൽ അത് ചുറ്റുകോപിണി മാതൃകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചുരുണ്ട് കിടക്കുന്നതാണ്. അപ്പം നിവർത്തിയിട്ടുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് നീളം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെയോ ഒരു മനുഷ്യകോശത്തിൽ 46 ക്രോമസോമുകളുണ്ട് അല്ലേ. ഒരു മനുഷ്യകോശത്തിൽ എത്ര ക്രോമസോമുകളുണ്ട്? 46 ക്രോമസോമുകൾ ഉണ്ട്. 23 ജോഡി എന്ന് പറയും അല്ലേ. ഈ 46 ക്രോമസോമുകളിലെയും DNA മുഴുവൻ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മീറ്റർ അല്ലെങ്കിൽ 6 അടി നീളം ഉണ്ടാകും. അതിൻ്റെ ഒരു വലിപ്പം നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ ദശലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെയുള്ള കണക്കുകൾ പറയുകയാണെങ്കിൽ എത്ര ദശലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. എല്ലാ കോശങ്ങളിലെയും DNAകൾ കൂട്ടിച്ചേർത്ത് വെച്ച് അളന്നിട്ടുണ്ടെങ്കിലോ അത് ഏകദേശം 67 ബില്യണുകൾ അല്ലെങ്കിൽ ബില്യൺ മൈലുകൾ വരും എന്നാണ് പറയുന്നത് അല്ലേ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 100 കോടിയാണ് അല്ലേ. അപ്പോൾ അത്രയും അല്ലേ വലിയൊരു നല്ല നീളം അല്ലേ ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ കോശങ്ങളിൽ എത്രയധികം DNAകൾ
ഒതുങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് ഇത് ഭൂമിയെ 2 ലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണെന്നല്ലേ. അപ്പോൾ 2 ലക്ഷത്തിലധികം ചുറ്റുന്ന ഇതിങ്ങനെ നിർത്തി വെച്ചാൽ അതിൻ്റെ ആ ഒരു വലിപ്പം 2 ലക്ഷത്തിലധികം തവണ ചുറ്റുന്നതിന് തുല്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചോദിച്ചെടുക്കുന്നു സാധാരണ പഞ്ചസാരയും, അതായത് സാധാരണ നമ്മൾ ഷുഗർ ഉണ്ടല്ലോ, ടേബിൾ ഷുഗർ, ആ ഷുഗറും DNA പഞ്ചസാരയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് സുക്രോസ് അല്ലേ, സുക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ് കേട്ടോ, ഒരു ഡൈസാക്രൈഡ്, അതായത് 2 ലളിതമായ പഞ്ചസാര തന്മാത്രകൾ ചേർന്നതാണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നത്. അതിൻ്റെ രാസസൂത്രം എങ്ങനെ വരിക, C12H22O11 ആയിരിക്കും അതിൻ്റെ രാസസൂത്രം വരിക അല്ലേ. ഈ DNA പഞ്ചസാരയാണെങ്കിലോ, DNA കാണപ്പെടുന്ന പഞ്ചസാരയെ നമ്മൾ എന്താ വിളിക്കുക, ഡിയോക്സി റൈബോസ് എന്നാണ് വിളിക്കുക അല്ലേ. ഇതൊരു മോണോസാക്രൈഡ് ആണ്, അതായത് ഒറ്റ പഞ്ചസാര തന്മാത്ര അതിലുണ്ടാവുള്ളൂ. റൈബോസ് എന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു ഓക്സിജൻ ആറ്റം നഷ്ടപ്പെടുന്നതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രാസസൂത്രം എങ്ങനെ വരിക, C5H10O4 ആയിരിക്കും അതിൻ്റെ രാസസൂത്രം, ഡിയോക്സി റൈബോസിൻ്റെ രാസസൂത്രം വരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണ പഞ്ചസാര ശരീരത്തിന് ഊർജ്ജം കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ, ഊർജ്ജം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ അത് സ്വാധീനിക്കുകയും ചെയ്യും. അതേസമയം DNA പഞ്ചസാരയാണെങ്കിലോ അത് ജനിതക വിവരങ്ങളുടെ, അല്ലെങ്കിൽ DNA പഞ്ചസാര ജനിതക വിവരങ്ങളുടെ സംഭരണത്തിനും അതുപോലെ കൈമാറ്റത്തിനും അടിസ്ഥാനമായിട്ടുള്ള DNA ഘടന രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവ രണ്ടും ശരീരത്തിന് അത്യാവശ്യമാണ്, പക്ഷേ അവയുടെ പ്രവർത്തനങ്ങളും ഫലങ്ങളൊക്കെ എന്താണ്, അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ DNA ഘടന, ഇരട്ട ഹെലിക്സ് മാതൃകയുടെ ഘടനയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോകണം കേട്ടോ. ഒരു നീണ്ട കോവിനെ പോലെ ഇരിക്കുന്ന ഈ DNA തന്മാത്ര നമ്മുടെ കോശങ്ങളുടെ എവിടെയാണ് ഇരിക്കുന്നത്, അതെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണെന്നാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നീണ്ട DNA എങ്ങനെയാണ് ചെറിയ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഇരട്ട ഹെലിക്സ് മാതൃക നമുക്ക് ഓവിനിയുടെ രൂപത്തിലുള്ള അല്ലേ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ബോൾ പോലെയുള്ള റോസ് കളറിലുള്ള കാണുന്നത്, അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോയി നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ നോക്കാൻ പോകണം കേട്ടോ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും DNA തന്മാത്ര ഒരു പ്രത്യേക തരം, ഒരു റോസ് കളറുള്ള ഒരു പ്രത്യേക തരം പ്രോട്ടീനുകൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഹിസ്റ്റോണുകൾ. അപ്പോൾ ഹിസ്റ്റോണുകൾക്ക് ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞിക്കൊണ്ട് അല്ലേ ഇരിക്കുന്നതിനെയാണ് ഏതാണ് DNA അല്ലേ. ആ ഒരു DNA ആണ് ഹിസ്റ്റോണുകൾക്ക് ചുറ്റുമാണ് ഇതിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോണുകൾ ഈ പ്രോട്ടീനാണ് കേട്ടോ, അത് പ്രോട്ടീൻ ഗോളങ്ങൾ പോലെയാണ് അല്ലേ. അപ്പോൾ DNA ഈ ഇതിനും ചുറ്റും ന്യൂക്ലിയോസോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിങ്ങനെ ചുറ്റുമ്പോൾ പിന്നെന്താ, ഈ ഹിസ്റ്റോണുകൾക്ക് ഇങ്ങനെ പുറമേ ചുറ്റുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ഏതാണ്, ന്യൂക്ലിയോസോമുകൾ. ഏതാണ്, ന്യൂക്ലിയോസോം എന്ന പേരായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പേരങ്ങ് മാറി, ന്യൂക്ലിയോസോം എന്നായി. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ DNA ഹിസ്റ്റോണുകൾക്ക് ചുറ്റും ഇങ്ങനെ പിണങ്ങിയിരുന്ന അല്ലെങ്കിൽ ചുറ്റിയിരിക്കുന്ന ആ ഒരു രൂപത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്, ന്യൂക്ലിയോസോം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോണുകൾ 8 ഹിസ്റ്റോണുകൾ ഇങ്ങനെ ചേർന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഒക്ടാമർ, ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് പറയുക. എന്താ പറയുക, ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് പറയുക. 8 ഹിസ്റ്റോണുകൾ തന്മാത്രകൾ ചേർന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി അടുക്കി വെച്ചിട്ട് ഒരു മാല പോലെ നിരവധി ന്യൂക്ലിയോസോമുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മാല പോലെ വീണ്ടും ഇങ്ങനെ ചുരുളുകയും അത് കൂടുതൽ എന്ത് ചെയ്യും, കട്ടിയുള്ള ഒരു ഘടനയായിട്ട് മാറുകയും ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രൊമാറ്റിൻ എന്ന്. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ന്യൂക്ലിയോസോമുകൾ ഇങ്ങനെ ഒരു മാല പോലെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു ഘടനയായിട്ട് മാറുമ്പോഴാണ് നമ്മളത് ക്രൊമാറ്റിൻ എന്ന പേരിൽ വിളിക്കുക. നമ്മളിപ്പോൾ പഠിച്ച ടേമുകൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് DNA പഠിച്ചു, പിന്നെ പഠിച്ചത് ഹിസ്റ്റോണുകളാണ്, പിന്നീട് അത് ഹിസ്റ്റോണുകൾ 8 ഹിസ്റ്റോണുകൾ കൂടി ചേർന്നാൽ അതിനെ പേര് മാറിയെന്ന് പറഞ്ഞു അല്ലേ, ന്യൂക്ലിയോസോം എന്നായി മാറിയെന്ന് പറഞ്ഞു. ഈ ഒരുപാട് ന്യൂക്ലിയോസോമുകൾ കൂടി മാല പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറി, ക്രൊമാറ്റിൻ എന്ന പേരിൽ അത് മാറുമെന്നും നമ്മൾ പഠിച്ചു. ശരീരത്തിൽ പുതിയ ഓരോരോ സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ, ഇത് വിഭജനം നടന്നിട്ടാണ് അല്ലേ. വിഭജിച്ച് അതിങ്ങനെ ഒരു ഭാഗമായിട്ട് മാറാൻ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കോശ വിഭജന സമയത്ത് ഈ ക്രൊമാറ്റിനുകൾ ഉണ്ടല്ലോ, ഈ ക്രൊമാറ്റിനുകൾ കുറച്ചും കൂടി ദൃഢമായിട്ട് നന്നായിട്ട് ചുരുങ്ങിയിട്ട് ഒരു പ്രത്യേക ആകൃതി കൈവരിക്കും. ഈ പ്രത്യേക ഘടനയായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ക്രോമസോമുകൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, ക്രോമസോമുകൾ. അപ്പോൾ പുതിയൊരു ടേം കൂടി പഠിക്കുകയാണ്, ക്രോമസോമുകൾ. അപ്പോൾ കോശം വിഭജിക്കുന്ന ടൈമിൽ ഈ ക്രൊമാറ്റിനുകൾ എന്തായി മാറും, ചുരുങ്ങിയിട്ട് ഒരു പ്രത്യേക ആകൃതിയായി മാറും. എക്സ് ആകൃതിയായിട്ടാണ് മാറുക കേട്ടോ. എന്താ എക്സ് താഴെ കാണിക്കണില്ലേ പിക്ചറായിട്ട്, എക്സ് ഈ ഒരു ആകൃതിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ക്രോമസോമിന് സാധാരണയായിട്ട് 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക.
ഈ ക്രോമസോമിൻ്റെ 2 ഭാഗങ്ങളുണ്ടാവും. ഇവയെ ക്രൊമാറ്റിഡുകൾ എന്നാണ് പറയുക. എന്താ പറയുക? ക്രൊമാറ്റിഡുകൾ. 2 കൈകൾ പോലെയുള്ള ഈ ഭാഗങ്ങൾ എന്ത് വിളിക്കും? ക്രൊമാറ്റിഡുകൾ എന്ന് വിളിക്കും. ഇങ്ങനെ ഈ ക്രൊമാറ്റിഡുകൾ ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടോ, നടുഭാഗത്തായിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. എന്താ വിളിക്കുക? സെൻട്രോമിയർ. എന്താ വിളിക്കുക? സെൻട്രോമിയർ. വീണ്ടും കുറച്ചും കൂടി ടേമുകൾ പഠിച്ചു. ക്രൊമാറ്റിൻ എന്തായി ദൃഢമായിട്ട് ക്രോമസോമായി മാറി. ഈ ക്രോമസോമുകൾക്ക് 2 കൈകളുണ്ട്. കൈകളെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡുകൾ. ക്രൊമാറ്റിഡുകൾ തമ്മിൽ ചേരുന്ന ഭാഗമാണ് സെൻട്രോമിയർ എന്നും നമ്മളാണ് പഠിച്ചത്. അപ്പോൾ എല്ലാം കൂടി തിരിഞ്ഞു പോകരുത്, കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഇനി മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? DNA ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമായി ചേർന്നിട്ട് ന്യൂക്ലിയോസോമായി മാറും. എന്നിട്ട് ഈ നിരവധി ന്യൂക്ലിയോസോമുകൾ ചേർന്ന് എന്തായി മാറും? ക്രൊമാറ്റിൻ എന്ന് പറയുന്ന ഒരു ഭാഗമായി മാറും. എന്നിട്ട് ഈ ക്രൊമാറ്റിനുകൾ കോശവിഭജന സമയത്ത്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, കോശവിഭജന സമയത്ത് കൂടുതൽ ചുരുങ്ങിയിട്ട് ക്രോമസോമുകളായി മാറും. എക്സ് ആകൃതിയിൽ ക്രോമസോമുകളായി മാറും. ഇങ്ങനെ ഓരോ ക്രോമസോമിനും സാധാരണ എന്തൊക്കെ ഭാഗങ്ങളുണ്ടായിരിക്കും? 2 ക്രൊമാറ്റിഡുകൾ, കൈകൾ പോലെയുള്ള ഭാഗങ്ങൾ, പിന്നെ ഒരു സെൻട്രോമിയർ, ആ നടുവിലുള്ള സെൻട്രലിലുള്ള ഭാഗവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. തിരിഞ്ഞു പോകരുത്, വൃത്തിക്ക് പഠിച്ചു വെക്കുക കേട്ടോ. DNA എങ്ങനെയാണ് ക്രോമസോമായിട്ട് മാറുന്നത് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കിയത് കേട്ടോ. പറഞ്ഞത് DNA എങ്ങനെയാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് എന്നാണല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് പ്രത്യേക ഭാഗങ്ങളായിട്ട് മാറിയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്നത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയോസോം എന്താണെന്ന് പറഞ്ഞു. ന്യൂക്ലിയോസോമുകൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോണുകൾ പ്രോട്ടീനുകളുമായിട്ട് ചേർന്നിട്ടാണ് ന്യൂക്ലിയോസോമുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? ക്രൊമാറ്റിനും ക്രോമസോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ? ക്രൊമാറ്റിൻ പറഞ്ഞാൽ ന്യൂക്ലിയോസോമുകൾ ഇങ്ങനെ ചേർന്നിട്ട് നിരവധി ന്യൂക്ലിയോസോമുകൾ ചേർന്നാൽ എന്തായി മാറും? ക്രൊമാറ്റിനായി മാറും. ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്രൊമാറ്റിൻ കൂടുതൽ ചുരുങ്ങിയിട്ട് അത് ക്രോമസോമായി മാറും. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയും ഭാഗം വരെയാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇനി പേജ് നമ്പർ 13 മുതൽ അടുത്ത പാർട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, എങ്കിലേ മനസ്സിലാവുള്ളൂ. ഇനി കൂടുതൽ ബാക്കി ഭാഗങ്ങളിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കൃത്യമായിട്ട് തറവായിരിക്കണം, അല്ലെങ്കിൽ ആകെ തിരിഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.